അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസിന്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും 2 വീതം ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി നൽകുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അതാരായിരുന്നു? ആയിഷ ബീവി, അസ്മാ ബീവി. അപ്പൊ അസ്മാ ബീവി എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, അബൂ സുഫിയാന്റെ മകൾ ഉമ്മു സൽമ, ഉമ്മു ഹബീബ. ഏതാണ്? ഉമ്മു ഹബീബ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുഖയ്യ ബീവി, ഖദീജ ബീവി. ആരാണ്? റുഖയ്യ ബീവിയാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, പൂർവവേദം പഠിച്ച പണ്ഡിതൻ സയ്യിദ് ഇബ്നു സാബിത്ത്, വറഖത്ത് ഇബ്നു നൗഫൽ. വറഖത്ത് ഇബ്നു നൗഫൽ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം, ജബലുന്നൂറിലാണ് ഹിറാ ഗുഹ, സൗർ ഗുഹ. അപ്പൊ ഹിറാ ഗുഹയാണ് ജബലുന്നൂറിൽ. അപ്പം ഹിറാ ഗുഹ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിമിന്റെ മാതാവ് ആയിഷ ബീവി, മാരിയത്തുൽ ഖിബ്തിയ. അപ്പൊ മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അവസാനത്തെ ചോദ്യമാണ്, സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചു. അപ്പൊ സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചതാരാണ്? ഖദീജ ബീവിയാണ്. അപ്പം ഖദീജ ബീവി എന്നുള്ളതിന് നേരെയാണ് ശരി അടയാളപ്പെടുത്തുക. മറ്റേ ഒരു ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത് ഏതാണ്? സൽമ ബീവി എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ശരി നൽകേണ്ടത് ഖദീജ ബീവിക്കാണ്. സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. 2 വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പം അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധയോടെ 2 വീതം എഴുതുക. അപ്പൊ ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ ആരൊക്കെയാണ്? സൈനബ്, റുഖയ്യ, ഉമ്മു കുൽഫും, ഫാത്തിമ. അപ്പൊ ഇവിടെ ഏതെങ്കിലും 2 പേരുടെ പേര് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതലേ വിട്ടുനിന്ന കാര്യങ്ങൾ ഏതെല്ലാമായിരുന്നു? അക്രമം, അനീതി, ബിംബാരാധന. അപ്പൊ ഇവകളിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതൽക്കേ വിട്ടുനിന്നതാണ്. ഏതെങ്കിലും 2 അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, ഭയന്ന് വിറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാന്തനപ്പെടുത്തി ഖദീജ ബീവി പറഞ്ഞത് എന്തെല്ലാമായിരുന്നു? തങ്ങൾ വ്യസനിക്കേണ്ടതില്ല, അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവിടുകയില്ല. പിന്നെന്തൊക്കെയാ പറഞ്ഞത്? താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു, പ്രയാസങ്ങൾ തരണം ചെയ്യുന്നു, അവശനെ സഹായിക്കുന്നു, അതുപോലെ ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു, അതിഥികളെ ആദരിക്കുന്നു. അപ്പൊ ഇതിലേതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അവസാനത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനായ അബ്ദുള്ളയുടെ ഉപനാമം എന്തെല്ലാമായിരുന്നു? ത്വയ്യിബ്, ത്വാഹിർ. അപ്പൊ അതവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിൽ വന്ന മക്കയുടെ ഉപനാമങ്ങൾ ഏതെല്ലാം? ഉമ്മുൽ ഖുറ, ബക്ക. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ ഗോത്രവും പിതാവിന്റെ പേരും എഴുതാം. ഏതായിരുന്നു? ബനു സുഹ്റ ഗോത്രമായിരുന്നു, പിതാവിന്റെ പേര് വഹബ്. മൂന്നാമത്തെ ചോദ്യം, ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്നു താമസമാക്കിയത് എപ്പോഴാണ്? ഉത്തരം, സംസം എന്ന അത്ഭുത ജലം ഉറവയെടുത്തപ്പോൾ. അപ്പൊ സംസം എന്ന
അത്ഭുതജലം ഉറവയെടുത്തതോടുകൂടെയാണ് ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത്. 4-ാമത്തെ ചോദ്യം, മുലകുടി നിർത്തിയതിന് ശേഷം എത്ര കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ ഉണ്ടായിരുന്നത്? ഉത്തരം 2 വർഷക്കാലം. ഇനി 5-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട യഹൂദി പണ്ഡിതൻ എന്താണ് പറഞ്ഞത്? ഉത്തരം എന്താണ്? ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ നബിയാണ്. അപ്പം ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ നബിയാണ് എന്നാണ് നബിയെ കണ്ട യഹൂദി പണ്ഡിതൻ പറഞ്ഞത്. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം. 4-ാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ 4ഓളം ചോദ്യങ്ങൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഓരോന്നും പൂർത്തിയാക്കിയിട്ട് ഉത്തരം എഴുതുക. 1-ാമത്തെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞാണ് ഡാഷ്. അപ്പൊ അവിടെ എഴുതാനുള്ളത് എന്താണ്? ഫാത്തിമ ബീവി വഫാത്തായത് എന്നുള്ളതാണ്. 2-ാമത്തത്, നുബുവത്തിന്റെ 6-ാം വർഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഡാഷ്. അപ്പൊ അവിടെ എഴുതാനുള്ളത് എന്താണ്? ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ നുബുവത്തിന്റെ 6-ാം വർഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് വരും. 3-ാമത്തത്, ഇപ്പോൾ എത്യോപ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ഹബശ. അപ്പൊ അവിടെ രാജ്യമാണ് ഹബശ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. 4-ാമത്തെ ചോദ്യം, കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവിടെ അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതി കൊടുക്കുക. ഇനി 5-ാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. 1-ാമത്തെ ചോദ്യം, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം എത്രയായിരുന്നു? നുബുവത്തിന്റെ 2-ാം വർഷം. 2-ാമത്തെ ചോദ്യം, ഇഖ്റ എന്ന ആജ്ഞക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി. അതിന്റെ ഉത്തരം എന്താണ്? മാ അന ബിഖാരിഇൻ. മാ അന ഞാനല്ല, ബിഖാരിഇൻ ഓതാൻ അറിയുന്നവനല്ല എന്നാണ് മാ അന ബിഖാരിഇൻ എന്നുള്ളതിന്റെ ഉദ്ദേശം. 3-ാമത്തത്, ഹബശയിലേക്ക് 1-ാമത്തെ ഹിജ്റ പോയ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 10 പുരുഷന്മാരും 4 സ്ത്രീകളും. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് 6-ാമത്തത്, പൂരിപ്പിക്കാം. 1-ാമത്തത്, വസബഅത്തുൻ ഡാഷ് ഹും ഖാസിമുൻ സൈനബു ഡാഷ് യാ ഫഹിം. അപ്പൊ എങ്ങനെയാണ്? വസബഅത്തുൻ ഔലാദുഹു എന്നുള്ളതും റുഖയ്യ ഫാത്തിമ എന്നുള്ളതുമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.